നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഓട്ടോമാറ്റിക് വാഹനത്തിൽ ബി എന്ന് പറയുന്ന മോഡ് എന്തിനാണ് വരുന്നത്? അതായത് ഓട്ടോമാറ്റിക് വാഹനത്തിൽ കുറച്ച് പേരെങ്കിലും ബി എന്ന് പറയുന്ന മോഡ് കണ്ടിട്ടുണ്ട്. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഈ കാണിച്ചു തരുന്ന പോലെ ബി എന്ന് പറയുന്ന മോഡുണ്ട്. ഇത് ശരിക്കും ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രേക്കിംഗ് മോഡ് തന്നെയാണ്. അതായത് ബി ഫോർ ബ്രേക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു ബ്രേക്കിംഗ് മോഡാണ്. ഓട്ടോമാറ്റിക് വാഹനത്തിന് എന്തിനാണ് ഈ ബി മോഡ് വരുന്നത്? അല്ലെങ്കിൽ പൊതുവേ എല്ലാ ഓട്ടോമാറ്റിക് വാഹനത്തിലും നമ്മളിത് കാണാറില്ല. എന്നാൽ ചില വാഹനങ്ങൾക്ക് ഈ ബി എന്ന് പറയുന്ന മോഡ് വരുന്നുണ്ട്. എന്താണ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓട്ടത്തിൽ ഈ ഒരു ഗിയറിലോട്ട്, അതായത് ബി എന്ന് പറയുന്ന ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് എമിൽ സാം ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, ക്യാൻ വി ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ഗിയർ ഫ്രം ഡി to be in a CVT gearbox when the car is running, or whether we have to stop the car and then shift to B. I own a Hyrider hybrid automatic. Clear? Can we shift the modes in automatic transmission while the car is in running state? 100% നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഡി മോഡിൽ പോവുകയാണ്. ഡി മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്രൈവ് മോഡാണ്. ആ ഡ്രൈവ് മോഡിൽ പോകുന്ന സമയത്ത് നമുക്ക് നേരെ ബിയിലോട്ട് ഇടാൻ സാധിക്കും. അതായത് ബ്രേക്കിംഗ് മോഡിലോട്ട് ഇടാൻ സാധിക്കും. ശരിക്കും എന്താണ് ബി മോഡ് എന്ന് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് ഗിയേഴ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ചില വാഹനങ്ങൾക്ക് ഡിയിൽ തന്നെയാണെങ്കിൽ 3യും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3ലോട്ടൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, എല്ലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, 2ലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് സാധിക്കും. പക്ഷേ റിവേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. പാർക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനം ഇതിപ്പം റിവേഴ്സിലോട്ട് അപ്ലൈ ചെയ്യാനും പാർക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി വാഹനം സ്റ്റോപ്പ് ആയതിനു ശേഷം മാത്രം ഓട്ടോമാറ്റിക് വാഹനത്തിൽ സാധിക്കത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബി മോഡിലോട്ട് വരാം. ബി എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ബ്രേക്കിംഗ് മോഡാണ്. ബ്രേക്കിംഗ് മോഡ് എന്തിനാണ് എപ്പോഴും, അല്ലെങ്കിൽ എന്തിനാണ് അത് ആവശ്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല സിറ്റി ഡ്രൈവ്സിലൊക്കെ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഡൻ ആയിട്ടുള്ള ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരും. അതേ സ്ഥാനത്ത് നമ്മൾ മാനുവലായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം ബി മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇറക്കം ഇറങ്ങുകയാണ്, വാഹനം കുറച്ചൊന്ന് ബ്രേക്ക് പിടിച്ച് ഇറങ്ങത്തുള്ളൂ. അതായത് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനം കുറച്ച് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇത് ശരിക്കും ഒരു റീജനറേഷൻ ആണ് നടക്കുന്നത് അവിടെ. അതായത് മോട്ടറിന് ആ കറക്കം ഉണ്ടാവും. അതായത് ഈ മോട്ടറിലോട്ട് ആ ലോഡ് വരുന്ന സമയത്ത് അതൊരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും. ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാറ്ററിയെ ചാർജ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സോഴ്സ്, ഏതെങ്കിലും ഒരു പവർ സോഴ്സിനെ ചാർജ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡിലോട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ഇത്രയും ലോഡ്, അതായത് ആ ടയറിൽ നിന്ന് കിട്ടുന്ന ലോഡിനെ കറക്കി ഈ മോട്ടറിനെ കറക്കി മോട്ടർ ശരിക്കും ബാറ്ററിയെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ ബ്രേക്ക് ലൈഫ് കൂടുതൽ കിട്ടും. നമുക്ക് എപ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇറങ്ങേണ്ടി വരുന്നില്ല. നല്ലൊരു ഇറക്കമൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ബി മോഡ് എന്ന് പറയുന്നത്. ശരിക്കും ബാറ്ററി റീജനറേഷൻ ഉണ്ടാകുന്നുണ്ട്, റേഞ്ച് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ട് ആ ഒരു മോഡിൽ ഓടിക്കുകയാണെന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടുള്ള നെഗറ്റീവ് സൈഡും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നല്ല സ്പീഡിലൊക്കെ സിറ്റി ഡ്രൈവ്സിൽ, നമ്മൾ നല്ല സ്പീഡിൽ ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ഒരു മോഡ് ഇടാൻ സാധിക്കത്തില്ല. കാരണം ബ്രേക്കിൽ നിന്നും കാലെടുത്ത് കഴിഞ്ഞാൽ ആക്സിലറേറ്ററിൽ നിന്നും കാലെടുത്ത് കഴിഞ്ഞാൽ അന്നേരം വാഹനം പെട്ടെന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫോഴ്സ് അവിടെ വരികയാണ് ചെയ്യുന്നത്. ബ്രേക്കിംഗ് ഞാൻ ഉദ്ദേശിച്ച് ഈ പറയുന്ന പോലെ റീജനറേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു മോഡ് ഒരു കാരണവശാലും നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹൈവേസിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഈ ഒരു മോഡ് ഇടാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം പിന്നെ നമ്മുടെ ഓടിയുടെ പോലെ ആയിരിക്കും. സ്പീഡ് കുറച്ച് ഓടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ചും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. പക്ഷേ മറ്റേ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റീജനറേഷൻ ഫംഗ്ഷനിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല സ്പീഡിലൊക്കെ പോകാനാണെങ്കിൽ ഒരു കാരണവശാലും അത് ഓൺ ആക്കി ഇടരുത്. അത് ഓഫ് ആക്കി, അതായത് ഡി മോഡിൽ തന്നെ ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ ഒരു ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല.